കാരണം ഞാനന്ന് ശരിക്കും ഈ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഞാൻ മിമിക്രിക്കാരെ ഓരോ ആർട്ടിസ്റ്റിൻ്റെ നിന്ന് 100 രൂപ വരെ കടം വാങ്ങിച്ച് ആ പൈസ കൊണ്ട് വീട്ടിൽ അമ്മയുടെ കയ്യിൽ വാടകയ്ക്ക് ഒക്കെ റെഡിയാക്കിയിട്ടാണ് പോന്നേക്കണേ. അച്ഛൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ ചെയ്തിരുന്ന ഒരാൾ, നന്നായിട്ട് മിമിക്രിയും ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലൊക്കെയാണ്. പുള്ളി വരാൻ വേണ്ടി നാട്ടുകാർ കാത്തിരിക്കും. ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കണം അങ്ങനെയാണ്. ഞാനിങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നാട്ടിലെല്ലാവരോടും പറയും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. പിന്നെ ഒരു മാസം ഞാൻ ഈ ഇറങ്ങി വരുമ്പോൾ എൻ്റെ ചിന്ത, ഞാൻ എവിടെ പോയി നിൽക്കും. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ കംഫോർട്ട് സോണിലായിരിക്കും ആക്കണം. കാരണം നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നോ അത് അവൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണമെങ്കിൽ അവനെ നമ്മൾ ടോർച്ചർ ചെയ്യരുത്. എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ലാൽ ജോസ് വന്ന നിമിഷം മുതൽ ലാലുവിൻ്റെ പെരുമാറ്റത്തിലും കാര്യത്തിലും എന്നോട് വീട്ടിൽ എന്തെങ്കിലും ഞാനും പുള്ളിയും തമ്മിൽ എന്തെങ്കിലും വെച്ചാൽ നീ എന്നോട് സംസാരിക്കുന്നത് അവൻ വരട്ടെ, അങ്ങനെ പറയുള്ളൂ. എൻ്റെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ലൈക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. എനിക്ക് ദിലീപ് ഭാവിയിൽ വലിയ നടനാമെന്നൊക്കെ ഖുശ്ബു മാം പറയുന്ന സാധനം, അതൊക്കെ നമുക്ക് ദൈവം ഒരു ഗോൾഡൻ ബേർഡ്സ് അല്ലെങ്കിൽ ഒരു നമുക്കത് ഗുണകരമാവുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ സിനിമയിൽ വരുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്കിനെ പറ്റി ഞാൻ പല ആർട്ടിസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കേട്ടിട്ടുണ്ട് ദിലീപ് വേണ്ട. അതായത് ചെയ്യുന്ന സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞ് അഭിനയിക്കുക എന്നുള്ളത്. ഇപ്പോൾ സിദ്ദിഖിയായിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇക്ക നമുക്ക് അങ്ങനെ ചെയ്താലോ, ഇക്ക അതിങ്ങനെ ചെയ്യും, അങ്ങനത്തെ ഒപ്പീനിയൻസ് എപ്പോഴും കൊണ്ടുവരാറുണ്ടല്ലേ ദിലീപ് ഏട്ടൻ അഭിനയിക്കുന്ന സമയം? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കോ ആർട്ടിസ്റ്റുകളോട് പറയുകയും ചെയ്യും. കാരണം ഇപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അത് ചെയ്തേനെന്ന് തോന്നുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെ ചെയ്തു നോക്കുന്നേ എന്ന് ചിലപ്പോൾ പറയും. അപ്പോൾ അവർ ചെയ്യുമ്പോൾ അത് കാരണം ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിലെ അത് നടക്കുള്ളൂ. എൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ ആ ക്യാരക്ടർ. പക്ഷേ എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സ്കെച്ചിങ്ങിൽ അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു പോക്ക് മീൻസ് ഇൻ ദ സെൻസ് ഇയാൾക്ക് ഈ ലെവലിൽ താഴെ പറയാൻ പറ്റില്ല. ഇയാളുടെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിന് അയാളുടെ ഡിഗ്നിറ്റി ഉണ്ടാവും, അയാളുടെ രീതികളുണ്ട്, അയാളുടെ ഡിസിപ്ലിൻ, അയാളുടെ മാനർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അപ്പുറത്ത് കിടന്ന് അത് പറയാൻ പറ്റും. നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ ഇത് പറഞ്ഞു നോക്കി, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി ചിലപ്പോൾ അവനായിരിക്കും കിട്ടുക. പക്ഷെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ സീൻ ഹൈപ്പിലേക്ക് മാറുകയാണ്. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു സിനിമ ഗംഭീരമാവുള്ളൂ. ഞാൻ മാത്രം ഗംഭീരമായിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കോ ആർട്ടിസ്റ്റുകളും കൂടി നന്നാകുമ്പോഴാണ് ടോട്ടാലിറ്റി നന്നാവുക. ടോട്ടാലിറ്റി നന്നാകുമ്പോൾ അതിൻ്റെ പ്ലസ് ആർക്കാ? ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കണം അങ്ങനെയാണ്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ കംഫോർട്ട് സോണിലായിരിക്കും ആക്കണം. അവർ നമ്മൾ ഒരു നല്ല ഈ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തിൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാവുന്നതാണ് റോസാപ്പൂവിൻ്റെ ഇതളുകൾ എന്നൊക്കെ പറഞ്ഞ. അപ്പം നമ്മളൊരു അങ്ങനെ ഒരു പൂവിനെ ഹാൻഡിൽ ചെയ്യണ പോലെ ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയും. കാരണം നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നോ അത് അവൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണമെങ്കിൽ അവനെ നമ്മൾ ടോർച്ചർ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരാണായാലും പെണ്ണായാലും നമ്മുടെ രീതിക്ക് നമ്മൾക്ക് അവരിൽ നിന്ന് എക്സ്പ്രഷൻസ് കിട്ടണമെങ്കിൽ അവർ ഏറ്റവും കംഫർട്ട് സോണിൽ ഒരു ടെൻഷനും ഒന്നും അടുപ്പിക്കാതെ വളരെ ഇതായിട്ടിരിക്കുന്നതാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും മനസ്സ് പ്ലസൻ്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടേ. അപ്പോൾ അതാണ് ഞാൻ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ ആദ്യ പാഠങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ലൈക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. എനിക്ക് എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ കെയർ ചെയ്യും, അതുപോലെ ഇതാവുന്നത്. അവർ നന്നായിരിക്കണം, നല്ല എനിക്കും ഗുണമുണ്ടാവും, എൻ്റെ ക്യാരക്ടറിനും ഗുണമുണ്ടാവും. അല്ല, ഇപ്പോൾ ലാൽജോ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് മീശമാധവനിലൊക്കെ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു എന്ന്. സലീം ഏട്ടനും ദിലീപ് ഏട്ടനും വെച്ചാൽ അവിടെ എല്ലാവർക്കും ഒരു കോമ്പറ്റീഷനാണ്. ഞാൻ ചെയ്തില്ലെങ്കിൽ അവൻ സ്കോർ ചെയ്യും, അല്ലെങ്കിൽ ഇവൻ സ്കോർ ചെയ്യുന്നുള്ളൊരു സംഭവമുണ്ട്. ഒരു കോമ്പറ്റീഷനിലായിരുന്നു ആ സിനിമയൊക്കെ പൊക്കോണ്ടിരുന്നതെന്ന് പറഞ്ഞു. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് രസമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ മനഃപൂർവ്വം അവൻ്റെ മേളിൽ വരണം എന്നുള്ളതല്ല. അതിപ്പോൾ എൻ്റെ സ്വഭാവം മറ്റു പലർക്കും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ മോനെ നീ ഇന്ന് ഇത് പറഞ്ഞു നോക്കിയടാ എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ അതുണ്ട്. അതേ പറഞ്ഞ് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാതെ പറയാം. അപ്പോൾ ചില സമയത്ത് ചില ആൾക്കാരോട് അത് പറഞ്ഞാൽ ഞാൻ ഇത് ഓക്കെയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് പിന്നെ നമ്മളത് പോയി പറഞ്ഞിട്ട് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ എവിടെയാണെന്ന് നമ്മൾ നോക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ എല്ലാവരുമായിട്ടും ഞാൻ ഡീൽ ചെയ്ത് പോകുന്ന ഒരാളാണ്.
ഓക്കെ. ഇപ്പൊ കുഞ്ഞിക്കൂനനിലേക്ക് വരുമ്പോ ദിലീപേട്ടനും കുഞ്ഞനും വാസുണ്ണനും തമ്മിലുള്ള ഒരു കോംബോ, അവർ രണ്ടുപേരും അതിനകത്ത് ഭയങ്കര ഹിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് ആ സിനിമയില്? കോമ്പറ്റീഷൻ ഒന്നുമില്ല, കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസുകളേ ഉള്ളൂ. അല്ലാണ്ട് മെൻ്റലി ഇയാളെ അഭിനയത്തിന് മാലത്തി അടിക്കാൻ അങ്ങനെയൊക്കെ ഒന്നൊന്നുമില്ല. ആ രണ്ട് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയിലൂടെ പോയാൽ മാത്രമേ അത് നിങ്ങൾക്ക് ബോധ്യമാവുള്ളൂ, കാണുന്നവന് അത് കലക്കിട്ടോ എന്ന് തോന്നുന്നതിന്. അപ്പം ഞങ്ങൾ ആ പെർട്ടിക്കുലർ ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ ഞങ്ങൾ ആ കഥാപാത്രങ്ങളാണ്. ആ സമയത്ത് ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ സായിച്ചേട്ടൻ ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും അഫെക്ഷനുള്ള ആൾക്കാരിൽ ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് സായിച്ചേട്ടൻ. അപ്പോൾ അത് ഞാൻ സായിച്ചേട്ടൻ വന്ന സമയത്താണ്, ഏതാണ്ട് ആ സമയത്ത് ഞാൻ സിനിമയിൽ ഞാൻ മിമിക്രിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് സായിച്ചേട്ടൻ വന്ന സമയമാണ്. ആ സമയത്തുള്ള സിനിമകൾ കാണുകയും അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സായിച്ചേട്ടൻ ഇങ്ങോട്ട് വന്നാണ് എനിക്കിങ്ങനെ സായിച്ചേട്ടൻ്റെ അടുത്ത് പോകാൻ ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഞാൻ മിമിക്രി നീ അപ്പം പറഞ്ഞു ദിലീപ് പോലെ നീയല്ലേ മറ്റേ ഇന്നസെൻ്റ്. ഞാൻ പറഞ്ഞു പിന്നെ അന്ന് തുടങ്ങിയൊരു സ്നേഹം എന്ന് പറയില്ലേ, അതിന് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് എത്ര സിനിമകൾ ചെയ്തു. ഇപ്പോഴും ഞാൻ സൈമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്ന, കാരണം അത്രയും ഇതായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതെനിക്ക് ദൈവാനുഗ്രഹിച്ച് എൻ്റെ സീനിയർ ആക്ടേഴ്സിന് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതിനുശേഷം ഇവരുടെ കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാത്തത് സുരേഷേൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ടുണ്ടോ സുരേഷേൻ്റെ അടുത്ത്? സുരേഷേട്ടൻ അറിയാലോ. സുരേഷേട്ടൻ അന്ന് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് ആ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തുകൊണ്ടാണ് അന്ന് സുരേഷേട്ടൻ നല്ല ഇതിൽ നിൽക്കുന്നത്. ഇപ്പോഴും നല്ല ലെവലിൽ തന്നെ ആക്കണം, അതെല്ലാം പറഞ്ഞത്. ആ സുരേഷിൻ്റെ സിനിമകൾ ഇങ്ങനെ ഹിറ്റ് അടിച്ചു. അങ്ങനെ ആ സമയത്താണ് മാനത്തെ കൊട്ടാരത്തിൽ സുരേഷേട്ടൻ ഗസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാരണം നമ്മുടെ ഒരു സിനിമ കാണുമ്പോൾ കുഷ്ബു മാഡം ഉണ്ട്, അതിൽ സുരേഷേട്ടനും അതിൽ വരണു എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ആദ്യം സുരേഷേട്ടനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കാണുന്നത് ആലുവ ഗസ്റ്റ് ഹൗസിൽ അവിടെ ഇങ്ങനെ ഇതിലിങ്ങനെ ചപ്രമഞ്ച കട്ടിലിങ്ങനെ ഇരിക്കുന്ന ആ ഒരു സുരേഷേട്ടനാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. എന്നെ കണ്ട ഉടനെ വാ എന്ന് പറയാം, ആ ഒരു സംഭവമില്ലേ, അന്ന് തുടങ്ങിയ ഒരു സ്നേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നീട് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും പിന്നീട് കൂടെ അഭിനയിച്ച് ഒരുപാട്. അപ്പോൾ എൻ്റെ സീനിയേഴ്സായിട്ട് എനിക്ക് അത്രയും ഇതുള്ളതാണ്. പിന്നെ പുതിയ ആൾക്കാരും എന്നോട്, ഞാൻ എൻ്റെ സീനിയേഴ്സിനോട് കൊടുക്കുന്ന റെസ്പെക്റ്റ് പുതിയ ആൾക്കാരും എനിക്ക് തരാറുണ്ട്. മാനത്തെ കൊട്ടാരം 30 വർഷമായി ദിലീപേട്ടാ 2024 വരുമ്പോ. ശരിയാ, അതെ. 30 വർഷമായി. ഇപ്പൊ 2 ദിവസം മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയായിരുന്നു അതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ 30 വർഷം തികയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. 94. അതെ. അതിനകത്തൊരു ഏറ്റവും നല്ലൊരു മെമ്മറി ഉണ്ടാവും ഈ 30 വർഷം തികയുമ്പോ ഒരു ഹാപ്പിനെസ്സിൽ. അത് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം മെമ്മറി അതിനകത്ത്. ഇന്ദ്രൻ ചേട്ടന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര. ഇന്ദ്രൻ ചേട്ടനൊക്കെ അന്ന സമയത്ത് കത്തി നിൽക്കുന്ന ആർട്ടിസ്റ്റ് അല്ലേ. അതെ. ആ സമയത്ത് പിന്നെ ഞാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ നാദിർഷ, ഹരിശ്രീ അശോകേട്ടൻ, ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ, എനിക്ക് ശീലമൊന്നുമല്ലേ, ഞാൻ അഭിനയം പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. അന്ന് ഓഡീഷനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വിളിച്ച് ഇയാൾ അഭിനയിക്കില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നേമം പുഷ്പരാജ്, ഡയറക്ടറില്ലേ, ആ ഡയറക്ടറൊക്കെ പുഷ്പേട്ടനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. മറ്റേ അന്ന് അൻസാർക്ക, റോബിൻഭായ്, അവരുടെയാണ് കഥയും കാര്യങ്ങളൊക്കെ. സുൻചേട്ടൻ എന്നെ ഒരു പരിചയമില്ല അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ. അതുപോലെ ഹമീദക്കൊക്കെ നമ്മളെ വെച്ച് പടം ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 4 പേരെ വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടനാണ് പ്രാധാന്യം വരിക, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അന്ന് ഭയങ്കര ഇതിൽ നിൽക്കുകയല്ലേ. പിന്നെ അതിൽ പറയുന്നത് ദിലീപ് ഭാവിയിൽ വലിയ നടനാമെന്നൊക്കെ കുഷ്ബു മാം പറയുന്ന സാധനം, അതൊക്കെ നമുക്ക് ദൈവം ഒരു ഗോൾഡൻ ബേർഡ്സ് അല്ലെങ്കിൽ ഒരു നമുക്കത് ഗുണകരമാവുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ല, സിനിമയിൽ പറഞ്ഞ ഡയലോഗൊക്കെ ജീവിതത്തിൽ വരിക എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആൽവിൻ ആൻ്റണി ആയിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ പോയിട്ട് നോക്കി നിന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം ആദ്യം കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാനത്തെ കൊട്ടാരത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തു വന്നിട്ട് നിലത്തിട്ട് ഇങ്ങനെ കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ തലയൊക്കെ 6 ഷീറ്റിലിങ്ങനെ വന്നിട്ട് ഞാൻ പോസ്റ്റർ അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഇതായി. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പെങ്ങൾ കരഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. എന്നെ വലിയ പോസ്റ്ററിൽ കണ്ടിട്ട് പെങ്ങൾ സന്തോഷം കൊണ്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുക, അങ്ങനെയൊക്കെയുള്ള
ഒരുപാട് ഇമോഷണലും ഒരുപാട് കാര്യങ്ങളുണ്ട് ആ മാനത്ത്. അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സിനിമയ്ക്കും ഉണ്ട് ഓരോന്ന്. അത് തങ്കമണിയും ഇതുപോലെ ഒരുപാട് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ട് ഈ കഥാപാത്രം ചെയ്യുന്ന സമയത്തും ഒക്കെ. ഇപ്പൊ ഖുശ്ബു മാമിനെ കാണാൻ മാനത്തെ കൊട്ടാരത്തിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇതായിട്ട് നിൽക്കാണല്ലോ. അതുപോലെ റിയൽ ലൈഫിൽ ദിലീപേട്ടൻ ഭയങ്കര കാണാൻ ആഗ്രഹിച്ച ആളുണ്ടായിട്ടുണ്ടാ പണ്ട്? റിയൽ ലൈഫിൽ ഞാനിപ്പോൾ ഈ ജാക്കി ചാനിനെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ചെറിയ ആഗ്രഹങ്ങൾ. അല്ല, എൻ്റെ ആഗ്രഹങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു. വിൽ സ്മിത്ത്, അതെ, ബ്രാഡ് പിറ്റ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വെറുതെ നേരിട്ട് വെറുതെ ഒന്ന് കാണുക. അങ്ങനെ കാണുന്നതിനിപ്പോൾ എന്താ? അതെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ ലാൽ ജോസ് സാർ തന്നെ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു വൈറ്റ് മാരുതി കാർ ദിലീപേട്ടൻ വാങ്ങിയത്. എന്നിട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് ആ സമയം ഒരു കാറില്ല. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചിരുന്നു, എങ്ങനെ നീ ഇതിന്റെ ലോണൊക്കെ അടച്ച് തീർക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് ഇത് എടുത്തതെന്ന്. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടന്റെ മറുപടി അവിടെ, അതൊക്കെ ഞാൻ അടച്ചു തീർക്കും, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാന്ന് ഭയങ്കര ധൈര്യത്തിലാണ് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയെന്ന്. അപ്പൊ അത് ശരിക്കും ലാൽ ജോസ് സാറിന് ഭയങ്കര സന്തോഷമായിരുന്നു അത് കേട്ടപ്പോ. ശരിക്കും ആ ധൈര്യം എവിടെ നിന്നായിരുന്നു കിട്ടിയത് ആ സമയം അങ്ങനെ പറയാനായിട്ട്? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. 100% ഇവിടം വരെ എന്നെ എത്തിച്ചൊരു പവറുണ്ട്. ആ പവറിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ചെയ്യുന്നതൊക്കെ തന്നെ അന്ന് കാർ വാങ്ങിച്ച പോലത്തെ സംഭവം തന്നെയാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ലാൽ ജോസ് സാറിന്, ഒരു മൂത്ത മകൻ. എൻ്റെ വീട്ടിലെ മൂത്ത ആളാണ് ലാൽ ജോസ്. ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ലാൽ ജോസ് വന്ന നിമിഷം മുതൽ ലാലുവിൻ്റെ പെരുമാറ്റത്തിലും കാര്യത്തിലും ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഞാനും പുള്ളിയും തമ്മിൽ എന്തെങ്കിലും വെച്ചാൽ, നീ എന്നോട് സംസാരിക്കുന്നത് അവൻ വരട്ടെ, അങ്ങനെ പറയുള്ളൂ. ആ ഒരു അളവിലായിരുന്നു. ആ ഒരു സ്നേഹവും ബഹുമാനവും ഞാൻ ഇന്നും എനിക്ക്, കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ കാണുന്നു എന്നുള്ളതും കൂടിയുണ്ട്. എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ സഹോദരൻ തന്നെയാണ് ലാൽ ജോസ്. അത് കുടുംബപരമായിട്ടും ദൈവം അനുഗ്രഹിച്ച് എൻ്റെ മക്കളാണെങ്കിലും ലാലുവിൻ്റെ മക്കളാണെങ്കിലും ഒക്കെ ആ ഒരു ഇതിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും ലാലുവിൻ്റെ വീട്ടിലെ ആൾക്കാരായിട്ട്, ലാലുവിൻ്റെ എൻ്റെ അച്ഛനമ്മ പോലെ തന്നെയാണ് എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ടായതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ. ദിലീപേട്ടൻ്റെ അച്ഛൻ ഭയങ്കര ഒരു ചിൽ മനുഷ്യനെന്ന് ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് ലാലുവായിട്ട് ഭയങ്കര അടുപ്പം. കോംബോ സെറ്റ് ആയെന്നല്ലേ. അച്ഛൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള എന്ത് തോന്നിയ ദിവസത്തിൽ ലാലു അച്ഛൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരുന്നു ദിലീപേട്ടൻ? അല്ലല്ല, അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞു, അച്ഛൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ ചെയ്തിരുന്ന ഒരാൾ, നന്നായിട്ട് മിമിക്രിയും ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലൊക്കെയാണ്. പുള്ളി വരാൻ വേണ്ടി നാട്ടുകാർ കാത്തിരിക്കും. നമുക്ക് സങ്കടമാണെങ്കിലും നാട്ടുകാർക്ക് കോമഡിയാണ്. കാരണം കോമഡി കൊടുത്തിരുന്ന ഒരാളാണ് അച്ഛൻ. അപ്പോൾ ഞാൻ ഈ അച്ഛന് ഒരു കുറച്ച് ഏജ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ അച്ഛൻ്റെ കൂട്ടുകാരായി മാറുകയാണ്. പിന്നെ ഈ കൂട്ടുകാരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടരക്ക് അടിച്ചിരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞ് നമ്മൾ അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ കഴിയുമ്പോൾ പുറത്ത് വണ്ടി വന്ന ശബ്ദം കേൾക്കാം, ഡോറൊക്കെ വണ്ടി പോണ ശബ്ദം കേൾക്കാം. വിചാരിച്ചു അച്ഛൻ വന്നു, വന്നിട്ട് എന്താവോ കുറേ കഴിഞ്ഞിട്ട് കാണൂല. അപ്പം നമ്മൾ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മതിലുമേ ഇങ്ങനെ ചാരി വെച്ചിട്ട് പോയിട്ടുണ്ടാവും നമ്മുടെ കൂട്ടുകാർ. കാരണം ആ അവസ്ഥയിലായിരിക്കും നിൽക്കണേ. നമ്മൾ വിളിച്ചു വന്നു. അപ്പം ഞാൻ അച്ഛനോട് അച്ഛന് നാണാവില്ലേ എൻ്റെ കൂട്ടുകാരായിട്ട് കൂട്ടുകൂടിയിട്ട് ഇമാര് പരിപാടിയൊക്കെ ഒപ്പിക്കാൻ? ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ പ്രായത്തിലുള്ളവർ മരിച്ചുപോയി, ഞാൻ പിന്നെ ആരായിട്ട് കൂട്ടുകൂടും എന്ന് പറഞ്ഞാൽ മറ്റന്മാരെന്ന് വെച്ചാൽ എന്നെ പേടിച്ചിട്ട് വരില്ല. ഇങ്ങനെയൊക്കെയുള്ള കോമഡികൾ എൻ്റെ അച്ഛൻ. അതുപോലെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ശരിക്കും നിനക്ക് എന്നിൽ നിന്ന് കിട്ടിയ കഴിവാണ്, പക്ഷെ നീ ബുദ്ധിമാൻ, നീ അത് വിറ്റ് കാശാക്കി, ഞാൻ മണ്ടൻ, ഞാനത് നാട്ടുകാരുടെ ഇടയിൽ കോമഡി കളിച്ച് കളഞ്ഞു. അപ്പം എന്തായിരുന്നു മോൻ്റെ മറുപടി? ഞാൻ ചിരിച്ചിട്ട് കെട്ടിപ്പിടിച്ചു. കാരണം എനിക്ക് ശരിയാണ് അച്ഛൻ്റെ നർമ്മങ്ങളും, ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അച്ഛൻ്റെ ധൈര്യവും. എൻ്റെ അച്ഛൻ ഭയങ്കര സത്യസന്ധനായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് സ്വത്തുക്കളല്ല, ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ആരെയും ചതിക്കരുത്, വേറെ ആളുടെ പൈസ നമ്മൾ മോഹിക്കരുത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഭയങ്കര നന്മയുള്ള ഒരു അച്ഛനായിരുന്നു. അത് ഞങ്ങൾ 3 പേരും അത് ഫോളോ ചെയ്യാമെന്ന് പറയില്ല.
നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ ഫോൺ എടുത്ത് അവരോട് കാര്യം പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ നമ്മളെപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അതാണ്. നമ്മളൊരാളെ നിന്ന് നമ്മളെല്ലാം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തന്നെ. നമ്മുടെ വാക്കുകൾക്കുള്ള വില എന്നൊക്കെ പറയുന്നുണ്ട്, വിശ്വാസങ്ങൾ. അപ്പോൾ അതെവിടെയെങ്കിലും ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ പ്രശ്നം എന്താണ് അതിങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇവിടെ എന്തോ നേരെ നമ്മളെല്ലാം മരിച്ചു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒന്നിന്നും ഒളിച്ചോട്ടവും ഇല്ല ഈ ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക, നേരെ വന്ന് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്കെന്താ. അതെ. ഇപ്പോൾ കമൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയം കമൽ സാർ പറയുന്നുണ്ടായി, അവൻ ആദ്യം സെറ്റിൽ ഞാൻ വിളിച്ചിട്ട് വന്ന സമയം ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന്. വന്നിട്ട് ഞാൻ തിരിച്ച് പറഞ്ഞു വിട്ടു, ദേഷ്യം വന്നിട്ട് തിരിച്ച് പറഞ്ഞിട്ട് അവൻ പോകുന്ന വിഷമം കണ്ടിട്ട് ഞാൻ അവനെ തിരിച്ച് വിളിച്ചു എന്ന്. ദിലീപേണ്ട ആ പോകുന്ന പോക്കിൽ എന്തായിരുന്നു ദിലീപേണ്ട മനസ്സിലുണ്ട്? അന്ന് കമൽ സാറ് ശരിക്കും സത്യസന്ധമായി പറഞ്ഞാൽ അന്ന് കമൽ സാറിൻ്റെ കൂടെ 6-7 പേരുണ്ട്. 6-7 പേരുടെ കൂടെ 2-3 ദിവസമായിട്ട് ഞാൻ ആ സെറ്റിലുണ്ട്. അപ്പം ഞാൻ ജയറാമേട്ടൻ വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞു വിടാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. സാറ് എങ്ങനെ പറഞ്ഞു വിടാന്നുള്ളതിന് കാരണം തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും സോറിയും പറഞ്ഞ് അവിടെ നിൽക്കുക എന്ന് പറയില്ലേ. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവസാനം സാറ് പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ദിലീപ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, പൂക്കലമരവയുടെ ഡബ്ബിങ് നടക്കുന്നുണ്ട്, അതിൽ പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ അപ്പോൾ ആ സമയത്ത് വിഷ്ണുലോകത്തിൻ്റെ ലൊക്കേഷനിലാണ്. അങ്ങനെ കാരണം പ്രൊഡ്യൂസറുടെ പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് സാറിന്. കാരണം 6 പേര് 7 പേര് കൂടെ ഉണ്ട്, ഇനിയും ഒരുത്തനെയും കൂടി ഇതാവും. അപ്പോൾ ഈ 3 ദിവസം ഞാൻ ആ സെറ്റിൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആവുകയും അന്ന് മിമിക്രിയും തമാശകളും ബഹളമൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിരുന്നു അന്ന് അവിടെ. അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ നിർമ്മാതാക്കളാണ് സുരേഷ് ഏട്ടൻ, സുരേഷ് കുമാർ, പിന്നെ സനലേട്ടൻ, അപ്പിയണ്ണൻ, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഏട്ടൻ വന്നപ്പോൾ ഞാനിങ്ങനെ അല്ലെങ്കിൽ അടുത്ത പടത്തിനാവാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നാട്ടിലെല്ലാവരോടും പറയും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. പിന്നെ ഒരു മാസം ഞാൻ ഈ ഇറങ്ങി വരുമ്പോൾ എൻ്റെ ചിന്ത, ഞാൻ എവിടെ പോയി നിൽക്കും, ഈ 1 മാസം എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അന്നൊക്കെ വാർത്തകളാണല്ലോ വരുന്നത്, മാഗസിനിലൊക്കെ വരും ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞു. അപ്പോൾ ആ സമയം വരെ എനിക്ക് ഇനി ഇവരുടെ മുമ്പിലൊന്നും പോകാൻ പറ്റില്ല. കാരണം ഞാനപ്പോൾ ഇവിടുന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്നാൽ ഞാൻ പോയ കാര്യം നടന്നില്ല എന്നൊക്കെ തോന്നുന്നൊരു വലിയ വിഷയമുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ഞാനിനി എവിടെ പോയി നിൽക്കും. കാരണം അങ്ങനെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് റൂമെടുത്ത് താമസിക്കാനുള്ള അവസ്ഥയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. കാരണം ഞാനന്ന് ശരിക്കും ഈ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഞാൻ മിമിക്രിക്കാരെ ഓരോ ആർട്ടിസ്റ്റിൻ്റെ നിന്ന് 100 രൂപ വരെ കടം വാങ്ങിച്ച് ആ പൈസ കൊണ്ട് വീട്ടിൽ അമ്മയുടെ കയ്യിൽ വാടകയ്ക്ക് ഒക്കെ റെഡിയാക്കിയിട്ടാണ് പോകുന്നേക്കണേ. അപ്പം ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും? കാരണം അവരോടും പറയാൻ പറ്റില്ല, ഇനി നാളെ വേണമെങ്കിൽ പ്രോഗ്രാമിന് പോകാം, പക്ഷെ അവരുടെ മുമ്പിൽ തോക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ, അത് പുലാപ്പറ്റ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഷൂട്ട് കിടക്കണം. അപ്പോൾ ഭയങ്കര സ്റ്റെപ്സ് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇറങ്ങി ചെല്ലണം. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, ആ വണ്ടിയിൽ കയറിയാൽ പോകേണ്ടത്. ഞാനിങ്ങനെ വന്ന സമയത്ത് ആണ് ബാക്കിൽ നിന്ന് ഈ വിളി തന്നെ. അപ്പോൾ അവിടെ ഉണ്ടായ വിഷയം, അതിൻ്റെ ഇൻ്റർകട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സുരേഷ് ഏട്ടനൊക്കെ അവിടെ വന്നു. അപ്പോൾ അതൊക്കെ ലാലു ഒക്കെ പറഞ്ഞു, ഞാനിപ്പോൾ എന്തുപറ്റി കമലേ, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഞാൻ പോകുന്നു. അപ്പോൾ അല്ല ദിലീപ് എൻ്റെ കൂടെ തന്നെ 5-6 പേരുണ്ടല്ലോ. പുള്ളി അവനെ നമ്മൾ ഇത്രയും പേര് ഇതായി കഴിഞ്ഞാൽ ഞാനെങ്ങനെയത്? അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരാളവിടെ നിൽക്കണതിന് എന്താ കമലേ, അയാളെ വിളിക്കേ, അയാളോടൊന്ന് പോകണ്ടെന്ന് പറയാം, അയാളോട് വർക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ആ ഒരു വേർഡാണ് ഈ വിളി. ദിലീപ് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കി, വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഓടി കയറി വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കയറി വന്നത് ഈ സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് ഇവർ ജയറാമേട്ടനും കമലൊക്കെ രണ്ടുപേരും കൂടെ ഉള്ള ഇന്റർവ്യൂലായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് ദിലീപ് അഭിനയിക്കാൻ കയറി, പിന്നെ ജയറാമിനും എന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ ദിലീപ് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, തമാശയ്ക്ക് അവരിങ്ങനെ ഒരു കോൺവെർസേഷനിൽ പറയായിരുന്നു. ഞാൻ ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ജയറാമേട്ടൻ തന്നെയാണ്. എന്ത് വിഷയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന പുള്ളി തന്നെയാണ്. ഞാൻ ജയറാമേട്ടനെ വിളിച്ചത്. ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മേലിലൊരു ഇതില്ലേ. പുള്ളിക്ക് ഞാൻ എല്ലാവരോടും പറയും, പുള്ളി എന്ത് പറഞ്ഞാലും, പുള്ളി എന്നെ എന്ത് ചെയ്താലും ഞാൻ ഇതാണ്.
ഇങ്ങനെ ഇരിക്കും. കാരണം മെൻ്റലി നമ്മൾ നമ്മുടെ ഒരു ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പ്രസവിച്ചില്ലെങ്കിലും ആ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാൾ തന്നെയാണ്. അത് ജയറാമേട്ടനാണെങ്കിലും പാർവതി ചേച്ചി ആണെങ്കിലും ആ വീട്ടിലെ കണ്ണനാണെങ്കിലും ചക്കിയാണെങ്കിലും ഒക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ. അതിപ്പോൾ എൻ്റെ സീനിയേഴ്സിൻ്റെ എല്ലാവരുടെ വീട്ടിലെ ആൾക്കാരെ അങ്ങനെ തന്നെ ഞാൻ കാണുന്നത്. ഓക്കെ, മിമിക്രിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ജൂനിയേഴ്സിൻ്റെ ആൾക്കാർ അങ്ങനെയൊന്നല്ല, അല്ല ജൂനിയേഴ്സ് കുറച്ച് ആൾക്കാരായിട്ട് എനിക്ക് എൻ്റെ പടങ്ങൾ വർക്ക് ചെയ്യും, ഞാൻ കാണുന്നതും ഒക്കെ വളരെ അപൂർവം കാര്യങ്ങളിലാണ്. ഇപ്പോൾ ജൂനിയേഴ്സിൽ ഒരുപാട് ആൾക്കാർ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിലൂടെ വന്ന് ഹീറോയും ഒക്കെ ആയ ഒരുപാട് പേരുണ്ട്. ഇവിടെ ഏറ്റവും ബിസി ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. അതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ഓക്കെ, ഈ മിമിക്രിയിലെ അബീക്ക, നാദർഷിക്ക, ദിലീപേട്ടൻ, ഈ 3 പേരുടെ ഒരു കോംബോ പറ്റി ഒരു തവണ എൻ്റെ അടുത്ത് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അയ്യോ, നമ്മുടെ ധർമ്മജേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ, അതായത് മിമിക്രിയെ പറ്റി പറഞ്ഞ സമയം പറഞ്ഞത് ഈ 3 പേരുടെ ഒരു കോംബോ ഭയങ്കര, അവരുടെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രൂപ്പിൻ്റെ ഒരു ഓർമ്മ എന്തെങ്കിലും? അല്ല, അത് സാഗർ എന്ന് പറഞ്ഞ ട്രൂപ്പായിരുന്നു, കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞിട്ട്. അത് ആദ്യം അബി നമ്മൾ ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് അബിയുടെ ട്രൂപ്പാക്കി ചെയ്താൽ മതി. ഞാനും നാദൃശ്യം അതിലെ പച്ച മലയാളം പറഞ്ഞ ജോലിക്കാർ തന്നെയായിരുന്നു. ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുക, ഞങ്ങൾ അതിനുള്ള ശമ്പളം വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ മാക്സിമം എല്ലാ സപ്പോർട്ടോടും കൂടി അബിയുടെ ഡോമയിൽ ഒന്നുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, നമ്മുടെ മഹാലക്ഷ്മി വ്ളോഗർ എന്തെടുക്കുന്നു? പുതിയ വ്ളോഗ്സ് ഒക്കെ എടുത്ത് തുടങ്ങിയോ? ഇല്ല, ആള് ഓസ്ട്രേലിയയിലാണ്, അടുത്ത ദിവസങ്ങളിൽ വരും. വന്നതിന് ശേഷം വേണം പുതിയ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പോൾ March 7 തങ്കമണി മൂവി തിയേറ്റേഴ്സിലേക്ക് എത്താണ്. ഒരു റിയൽ ഇൻസിഡൻറ്റ് ഒരു സിനിമയാവാൻ പോവാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു ഫിക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് രസകരമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി സിനിമ കാണുക. ദിലീപേട്ടൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ദിലീപേട്ട. താങ്ക് യു സോ മച്ച്.